താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. ഇടിഞ്ഞു വീണ മണ്ണും കല്ലും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടരുകയാണ്. ചുരത്തിൽ മുകളിലും താഴെയുമായി വാഹനങ്ങളുടെ നീണ്ട നിരയാണിപ്പോൾ. 80 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് പാറക്കഷ്ണങ്ങളും മരവും മണ്ണും ഒലിച്ച് ചുരത്തിലേക്ക് പതിച്ചത്. രാത്രി നിർത്തിവച്ച പ്രവൃത്തികൾ രാവിലെ 7:30 പുനരാരംഭിച്ചു. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. മണ്ണ് സംരക്ഷണ വകുപ്പ്, ജിയോളജി, വനം വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചുരത്തിൽ പരിശോധന നടത്തി. വലിയ ക്രാക്ക് ഒന്നും കാണുന്നില്ല, പക്ഷേ ഡ്രോണൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒന്നും കൂടി ഒരു ഫിസിക്കലായിട്ടൊന്ന് ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്തിട്ട് പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ KSDMAയിൽ നിന്നും എക്സ്പെർട്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സജ്ജീകരിക്കാം. ചുരത്തിന് ഇരുവശത്തുമായി വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാഹിത വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനങ്ങൾ കടത്തിവിടാത്തതിൽ വലിയ പ്രതിഷേധമാണ് വരുന്നത്. കുറ്റ്യാടി, നാടുകാണി ചുരങ്ങൾ വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത്. ഈ ചുരങ്ങളിലും ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മണ്ണ് പൂർണ്ണമായും നീക്കി അല്പസമയത്തിനകം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 വയനാട്.